പൊന്നോ, ദിവ്യായ സയ്യറെ കൊണ്ടൊരു രക്ഷയില്ല. ഓരോ ദിവസവും ഓരോരോ കാര്യങ്ങൾ. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ പിറന്നാളിനോടനുബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ അവരിട്ടിരുന്ന കുറിപ്പ്, അത് വല്ലാത്ത അലയൊലികൾ സൃഷ്ടിച്ചതിന് പിന്നാലെ ഇപ്പോൾ മാതൃഭൂമി ചാനലിനോട് എന്താണ് മുഖ്യമന്ത്രി പിണറായി വിജയനെക്കുറിച്ചുള്ള അഭിപ്രായം, അനുഭവം എന്ന ചോദ്യം വന്നപ്പോഴുള്ള മറുപടി ഉണ്ടല്ലോ. യഥാർത്ഥത്തിൽ 24 മണിക്കൂറും ഇങ്ങനെ കർമ്മത്തിൽ തന്നെ അലിഞ്ഞു ചേർന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത്. അത് ഏത് സമയത്താണെങ്കിലും, രാത്രിയാണെങ്കിലും പകലാണെങ്കിലും, നമുക്ക് വ്യക്തിപരമായിട്ടുള്ള ഏതെങ്കിലും ഒരു അസ്വാരസ്യമുള്ള സമയമാണെങ്കിലും അല്ലെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള അസ്വസ്ഥതയുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്തുമായിക്കോട്ടെ, അതായത് ബാഹ്യ ഘടകങ്ങൾ എന്തുമായിക്കോട്ടെ, പക്ഷേ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ഒരു കൃത്യത്തിലുണ്ട്, ഒരു കർമ്മത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നിന്നും യാതൊരു തരത്തിലും ആർക്കും അതിനെ മാറ്റാൻ സാധിക്കില്ല. യാതൊരു തരത്തിലുള്ള അനുശ്രദ്ധയുമില്ലാതെ ചെയ്യേണ്ടുന്ന കൃത്യത്തിൽ അത്രമാത്രം ശ്രദ്ധ പതിപ്പിച്ച് കർമ്മനിരതനായി ഒരു കൃത്യനിർവഹണത്തിൽ ഏർപ്പെടാൻ സാധിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അദ്ദേഹത്തിൽ നിന്നും പഠിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഒരു കാര്യമാണ്. ഒരു രക്ഷയില്ല അല്ലേ? ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഇതിനേക്കാൾ മികച്ചൊരു അഭിനന്ദനം കിട്ടാനുണ്ടോ? ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച്, അതിന് അദ്ദേഹം കൊടുക്കുന്ന എഫേർട്ടുകളെ സംബന്ധിച്ച്, സഹപ്രവർത്തക അല്ലെങ്കിൽ അതിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി മനസ്സ് തുറന്നു പറഞ്ഞ വാചകങ്ങളാണ്. ആ വാചകങ്ങൾ വെറുതെ വരുന്നതാണോ? കോൺഗ്രസ്സുകാരുടെയും സംഘികളുടെയും ഒരു അടവ് ഏൽക്കാത്തത് കൊണ്ട് ഇപ്പോൾ അവർക്ക് മാനസികമായിട്ട് അല്ലെങ്കിൽ മനോനിലയ്ക്ക് എന്തോ പ്രശ്നമുണ്ട് എന്ന തരത്തിലാണ് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ പിണറായി വിജയൻ എന്ന വ്യക്തിയെക്കുറിച്ച് അവർക്ക് സ്വാധീനമുള്ള മാധ്യമങ്ങളിലൂടെയും മാധ്യമപ്രവർത്തകരിലൂടെയും സൃഷ്ടിച്ചെടുത്ത കഥകൾക്കപ്പുറം യാഥാർത്ഥ്യം എന്തെന്ന് ഇതുപോലുള്ള സമൂഹത്തിലെ വിശിഷ്ടരായിട്ടുള്ള ചില വ്യക്തികളുടെ നാവിൻ തുമ്പിൽ നിന്ന് പുറത്തു വരുമ്പോഴാണ് ഇന്നലകളിൽ കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ടെടുത്ത ഒരു വ്യക്തിത്വത്തിനപ്പുറം പച്ചയായ മനുഷ്യനാണെന്ന് തെളിയിക്കപ്പെടുകയാണ്. ആ വ്യക്തിയുടെ കഴിവും പ്രാവീണ്യവുമെല്ലാം എത്രമാത്രം സവിശേഷകരമാണെന്നും ദിവ്യായ സയ്യറുടെ ഓരോ വാക്കുകളിലും കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ട്. 80ന്റെ നിറവിൽ നിൽക്കുമ്പോൾ മാതൃഭൂമിയുടെ പ്രത്യേക പരിപാടിക്കിടയിലാണ് അവർ കോൺഗ്രസ്സുകാരും സംഘികളെല്ലാം നിരന്തരം സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വലിയ അക്രമം നടത്തുമ്പോഴും തനിക്ക് ഒരു വ്യക്തിയെക്കുറിച്ചുള്ള അഭിപ്രായം പറയാൻ യാതൊരു ഭയവുമില്ല, അത് പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്നുള്ള ഒരു പരസ്യ പ്രഖ്യാപനമായി ഈ വാചകങ്ങൾ പുറത്തേക്ക് വരുന്നത്. വാചകങ്ങൾ ചില്ലറ അലയൊലികളല്ല സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിടത്ത് ഞങ്ങളുടെ സംഘപരിവാർ മനസ്സുള്ള മാധ്യമങ്ങളെ കൊണ്ട് ഓരോ കുപ്രചരണങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടുവരുമ്പോൾ മറുതലയ്ക്കൽ വ്യക്തി എന്നുള്ള നിലയ്ക്ക് അയാളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ദിവ്യായ സയ്യറെ പോലെ സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്ന IAS ഉൾപ്പെടെയുള്ളവർ പരസ്യമായി പറയുമ്പോൾ അതെല്ലാം റദ്ദാക്കപ്പെട്ടു പോകുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് നിങ്ങൾ, അതായത് പിണറായി വിരുദ്ധർ ചേർന്നുണ്ടാക്കുന്ന കഥകളെ, അത് ഈ സമൂഹത്തിൻ്റെ ഇടയിൽ നിങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഗുണപ്പെട്ടു എന്ന് കരുതുന്നിടത്ത് ചില സത്യങ്ങൾ ചില വ്യക്തികളിലൂടെ ഇങ്ങനെ പുറത്തേക്ക് വരും. അത് കുറേ പേരിലേക്ക് എത്തി നിങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ആ പച്ച നുണകളെ പൊളിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. യഥാർത്ഥത്തിൽ 24 മണിക്കൂറും ഇങ്ങനെ കർമ്മത്തിൽ തന്നെ അലിഞ്ഞു ചേർന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത്. അത് ഏത് സമയത്താണെങ്കിലും, രാത്രിയാണെങ്കിലും പകലാണെങ്കിലും, നമുക്ക് വ്യക്തിപരമായിട്ടുള്ള ഏതെങ്കിലും ഒരു അസ്വാരസ്യമുള്ള സമയമാണെങ്കിലും അല്ലെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള അസ്വസ്ഥതയുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്തുമായിക്കോട്ടെ, അതായത് ബാഹ്യ ഘടകങ്ങൾ എന്തുമായിക്കോട്ടെ, പക്ഷേ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ഒരു കൃത്യത്തിലുണ്ട്, ഒരു കർമ്മത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നിന്നും യാതൊരു തരത്തിലും ആർക്കും അതിനെ മാറ്റാൻ സാധിക്കില്ല. യാതൊരു തരത്തിലുള്ള അനുശ്രദ്ധയുമില്ലാതെ ചെയ്യേണ്ടുന്ന കൃത്യത്തിൽ അത്രമാത്രം ശ്രദ്ധ പതിപ്പിച്ച് കർമ്മനിരതനായി ഒരു കൃത്യനിർവഹണത്തിൽ ഏർപ്പെടാൻ സാധിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അദ്ദേഹത്തിൽ നിന്നും പഠിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഒരു കാര്യമാണ്.